ഓച്ചിറയിൽ ഏകദേശം വർഷങ്ങളോളം ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഓച്ചിറ ഇയാളെ എങ്ങനെ കൊണ്ടുവന്നതിന്റെ വന്ന സാഹചര്യത്തെ പറ്റിയൊക്കെ പല സംഭവങ്ങളും പറയുന്നു. അതിനെ സംബന്ധിച്ച് ചേട്ടൻ എന്താ അറിയാവുന്നത്? അതൊന്ന് വിശദീകരിക്കും. അത് വന്ന കാലം തൊട്ട് വന്ന സമയം തൊട്ട് എന്റെ കടി വരുമായിരുന്നു. ഈ എന്റെ ടെറസിൽ കടി വരുമായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഞാനുമായിട്ട് വളരെ ഇഷ്ടമാണ് സംസാരിക്കാനും അതുമൊക്കെ ആയിട്ട്. കക്ഷി സംസാരിക്കുന്ന തമിഴില്ല. അപ്പൊ തമിഴ് എനിക്ക് സംസാരിക്കാൻ എനിക്ക് മനസ്സിലാവും. അപ്പൊ അതിന് മറുപടിയായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ കക്ഷിക്ക് മനസ്സിലാവും. അങ്ങനെ ആയിരുന്നപ്പം ഇയാള് ഒരു എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ കൊളംബോയിലായിരുന്നു എന്റെ താമസം. ഒരു മലയിലായിരുന്നു താമസം. ഞാൻ അവിടെ ഇറച്ചി വെട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തെന്നമ്മ തേങ്ങ അടത്താനൊക്കെ പോവായിരുന്നു. എന്റെ ജോലി അതായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നെല്ലാം ഇനി പോരുന്നു കഴിഞ്ഞ ഞാനിപ്പം ഇവിടെ വന്നിരിക്കുക. പിന്നെ എനിക്ക് രണ്ടിടത്ത് ഭക്ഷണമുണ്ട്. ഒന്ന് കണ്ണൻകാവിലും ഒന്ന് നമ്മളെ മുസ്ലിയാര് ഈ പണ്ട് ഇപ്പൊ ഷെറബിന്റെ വാപ്പ പേര് ഷെറബിന്റെ വാപ്പ ഉണ്ട് ഒരു മുസ്ലിയാര്. അത് തന്നെ അത് തന്നെ. ആ വീട്ടിൽ ഊണുണ്ടായത്. അവിടെ ഒരു ചെറുക്കൻ ഈ കക്ഷിയായിട്ട് ഒരു സംസാരം ഉണ്ടായി. ഈ പഞ്ചാബിച്ചിട്ട് കൈ പഞ്ചാബിച്ചിട്ട് എളുപ്പമുണ്ട് ഇങ്ങനെ എന്നിട്ട് ബയ്യാക്കത് നൊന്ത്. പിന്നെ അവിടെ പോകത്തില്ല. പിന്നെ കള്ളൻകാവിലായി ഊണ്. രാവിലെ പോകും, അവിടെ കിടക്കും. രാവിലെ പോകുമ്പോ തന്നെ എന്റെ കടയിൽ നിന്ന് ഒരു വീഡിയോ എടുക്കും. അപ്പൊ ഞാൻ കൊടുത്തില്ലെങ്കിൽ എടുത്തോളും. എടുത്ത് അത് വലിച്ച് അവിടെ പോയി ചാപ്പാട് കഴിക്കും. ചാപ്പാട് കഴിച്ച് ഇങ്ങോട്ട് വരുമ്പം റിട്ടേൺ വരുമ്പം എന്റെ കടയിൽ നിന്നൊരു വീടി എടുത്ത് വലിക്കും. വീടി അടിച്ച് വരുമ്പോ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ അതിന് മറുപടി പറയും. ഒരു മിഠായി കൊടുത്താൽ തല തൂക്കി അടിക്കുമെന്ന് പറയും. അതാണെങ്കിൽ തലയിൽ കുത്തി നിൽക്കും. റോട്ടിൽ തലയിൽ കുത്തി നിൽക്കും. നിൽക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചെയ്യുകയും ചെയ്യും. ചെറുക്കനൊക്കെ കാണിക്കും. അഭ്യാസം. എന്നിട്ട് ഞാൻ സൈക്കിൾ പഠിപ്പിച്ചു. അപ്പൊ ഈ പാലക്കെട്ടിങ്ങനെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഇത്രയും കക്ഷികൾ കെട്ടി ഓരോരുത്തർ കാശ് കൊടുത്താലും ശരി, വീഡിയോ കൊടുത്താലും ശരി, എന്താ കൊടുത്താലും ശരി, ഇത് ഈ മടിയിൽ കെട്ടി വെക്കും. അതിൽ നിന്ന് കാശ് അതായത് എടുക്കത്തില്ല. അത് പൊടിഞ്ഞിരിക്കും. അത് എങ്ങനെ അയാൾക്ക് ബുദ്ധിഭ്രമമുണ്ടോ? മാനസികമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഓരോരുത്തർ കൊടുക്കുന്ന കാശ് ഇങ്ങനെ കെട്ടി വെക്കും. അതിൽ നിന്നൊന്നും മേടിച്ചു കിട്ടത്തില്ല. പിന്നെ ഹോട്ടലിലായിട്ടുള്ള ചില ആളുകളിൽ ചാപ്പാട് കൊടുക്കും. നമ്മുടെ കടയിൽ നിന്ന് ബീഡിയും നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കും. അത് ഫ്രീയാ. കാശൊന്നും ചോദിച്ചതില്ല. ഞാൻ എനിക്കത് ഇട്ടോ കൊടുക്കുന്നതിനകത്ത്. കൊളംബോയിലായിരുന്നു വീടെന്ന് പറഞ്ഞു. കൊളംബോയില മലബാർ എന്നൊരു ഒരു ഡാമല്ലല്ലോ മലയുണ്ട്. മലബാർ എന്നാ പറയുന്നത്. മലബാർ എന്നൊരു സ്ഥലമുണ്ട്. അതിനകത്ത് മതിൽക്കെട്ട് ഗുഹയുണ്ട്. അതിലായി ഇരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഞാൻ ജോലി ചെയ്തെന്നാ ഇയാള് പറഞ്ഞു. ഈ കൊളംബോയിൽ ഇറച്ചി വെട്ടായിരുന്നു പറഞ്ഞു. തെങ്ങ് കയറ്റം ഉണ്ടായിരുന്നു. തേങ്ങ നടത്താനൊക്കെ പോവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൈമുറിഞ്ഞ് ഇയാളുടെ കൈമുറിവുണ്ട്. ഇറച്ചി വെട്ടിയപ്പോഴാണ് കൈമുറിവുണ്ടായി. ഈ ഇടത്തേയില് കാണാനൊക്കെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോരുന്നത്. അപ്പൊ ഇയാളുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കൊളംബോയില് പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഏത് സമുദായമൊന്നും ആർക്കും അറിയാനൊക്കത്തില്ല. എന്ത് കൊടുത്താലും കഴിച്ചു. പക്ഷേ ഇറച്ചിയുടെ ചാറേ കൂട്ടത്തുള്ളൂ. ഇറച്ചി കൂട്ടത്തില്ല. കൂട്ടത്തില്ല. ചാറ് കൂട്ടും. ഇറച്ചി കൂട്ടാത്തത് കൊണ്ട് ബ്രാഹ്മണ സമുദായം സാധ്യതയില്ല. പക്ഷെ എന്തുവായാലും ശരി കുളിക്കത്തില്ല. ചൂറയെ ചവിരിക്കത്തില്ല.
എങ്ങനെ ടൂറെന്നുള്ളതിന് അടുത്ത ചിലരുടെ വീട്ടിലേക്ക് പോയിരിക്കും. ഉറപ്പാണ്. ഞാൻ കാണുന്നതല്ലേ. കൊണ്ടിട്ടുണ്ട്. കിഴക്ക സൈഡ്. എന്നിട്ട് പോയി ഇവിടുന്ന് പോയി ഒരു 6 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകും. ഞാൻ പോകുമ്പം ഒരു 10 മണിയാകുമ്പോൾ കാണുന്നത് രാവിലെ. കിഴക്കപ്പുറത്ത് വെള്ളത്തിന് കിഴക്കപ്പുറത്ത് മേലെ അതിന് ചിലപ്പോൾ കുത്തിയിരിക്കും. കുത്തിയിരുന്ന് മഴയൊന്നും പ്രശ്നമൊന്നുമില്ല. കഴിയത്തില്ല. എന്തോന്ന് കക്ഷിക്കറിയാം. പക്ഷേ കുളിക്കാത്ത നമ്മൾ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ അടുക്കാൻ വാടകയില്ല. പക്ഷെ ഒരു വാടകയില്ല. ഇറച്ചി കൂട്ടാത്ത എന്താണെന്നല്ലോ. ഇറച്ചി കൂട്ടാത്ത എന്താന്ന് പറഞ്ഞാൽ ഇയാൾ ദഹിക്കത്തില്ല. ചാറ് കൂട്ടും, മീനും കൂട്ടും, എല്ലാം കൂട്ടും. ചോദിച്ചില്ല. ചോദിച്ചില്ല, പറഞ്ഞിട്ടുമില്ല. ആരോടെങ്കിലും പറഞ്ഞായിട്ടൊന്നും അറിവില്ല. ഇപ്പൊ ഈ 50 വർഷം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ചരിത്രം ഇത്ര വിശദമായിട്ട് വെച്ചാൽ വേറെ ആർക്കെങ്കിലും അറിയാൻ സാധ്യത? എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയാവുന്നത്. ഞാനുമായിട്ടാ കൂടുതൽ സംസാരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ കളിയ ഭാഷയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് ടെസ്റ്റും ഒക്കെ പറയും. കക്ഷിക്ക് അതൊക്കെ വലിയ ഇട്ടോ പറയും. അപ്പൊ ഞാനും അങ്ങോട്ട് പറയും. ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. ഞാൻ അതിന്റെ മറുപടി പറയും. പറയും. അതിനകത്തൊക്കെ വലിയ താല്പര്യം. സിനിമയിൽ അഭിനയിക്കുമായിരുന്നു? ഇല്ല. പാട്ട് പാടുമോ? പാട്ടും പാടത്തില്ല. പാട്ട് പാടുന്ന പറഞ്ഞാൽ അറബി പാട്ട് പാടും. അത് നമുക്ക് മനസ്സിലാവത്തില്ല. അറബി പാട്ട് പാടും. ഏതോ ഒരു ഭാഷയാ, നമുക്ക് മനസ്സിലാവത്തില്ല. അറബിയുടെ കൂട്ടിരിക്കും, നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഏതാന്ന് നമുക്ക് അറിയാനൊക്കെ പറ്റും. അപ്പൊ ആ സ്ഥലത്തെ ഭാഷയായിരിക്കും, അവിടുത്തെ ഭാഷയായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി പറ്റി നമ്മൾ പോയിട്ടില്ല. ഏത് വിശ്വാസക്കാരനാണ് ഇങ്ങനെ എന്തെങ്കിലും ദൈവത്തിനെ ആരാധിക്കുന്ന? അതൊന്നുമില്ല. അമ്മയെന്നോ? ഒന്നുമില്ല. പിന്നെ ഇയാള് എങ്ങനെ ഈ വീടി വലിക്കുന്ന സ്വഭാവമുണ്ട്? വീടി വലിക്കുന്ന സ്വഭാവമുണ്ട്. വീടി വലിക്കുന്ന സ്വഭാവം മൊത്തം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനൊരു വീഡിയോ എടുക്കുകയല്ല. വീഡിയോ എടുക്കും. വീഡിയോ എടുക്കും ഞാൻ. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈ നടൻ ആനന്ദപിള്ള എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്. നടൻ ആനന്ദപിള്ള എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് നാടകത്തിലെ. ആ കക്ഷി ഈ കഞ്ചാവ് വലിക്കും. കഞ്ചാവ് അപ്പൊ എന്നെ കൊണ്ട് തെറിപ്പിക്കും. കഞ്ചാവ് ഞാൻ വലിക്കത്തില്ലല്ലോ, വീഡിയും വലിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ വിശ്വാസം. അപ്പൊ എന്നെ കൊണ്ട് വിളിക്കും. ഞാനൊരു വീഡിയോ എങ്ങനെയെങ്കിലും മോട്ടിക്കും. മോട്ടിക്കെന്ന് പറഞ്ഞാൽ അവരാരും കാണത്തില്ല. വീഡിയോ എടുക്കുന്ന കൂട്ടുകാർ വീഡിയോ മോട്ടിക്കുന്നതിനകത്ത് ചുക്കാഞ്ഞ് മോട്ടിക്കും. മോട്ടിക്കാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെച്ചാൽ ഈ കക്ഷി വരുമ്പം ഞാൻ കൊടുക്കും. കക്ഷിക്ക് വലിയ കിട്ടോ. അപ്പം പല പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുപ്പം നടിക്കാമെന്ന് പറഞ്ഞു. കുപ്പം നടിക്കാമെന്ന് പറഞ്ഞു. കുപ്പം നടിച്ചു പറഞ്ഞാൽ സ്പീഡിൽ പറഞ്ഞ സ്പീഡ് നിർത്താതെ. അതാ കുപ്പം നടിക്കുന്നത്. തമിഴിലൊരു എന്താ കുപ്പം നടിക്കാമെന്ന് പറയും. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ സ്പീഡിൽ വലിക്കാമെന്ന് പറയും. വലിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കക്ഷി വലിച്ചു ഒരു വിറയുന്ന പോലെ ഉണ്ടായി കടയുടെ ഫ്രണ്ട് ഇരുന്ന്. പിന്നെ ഞാൻ ആ ഭാഗം പറയത്തില്ല. പിന്നെ മുട്ടായിയൊക്കെ കൊടുക്കും. വീടി അടിക്കും, കഞ്ചാവ് വീടി അടിക്കും. പിന്നെ കള്ളല്ല വാറ്റിയാരായും. വാറ്റിയാരെന്ന് പറഞ്ഞ എൻ്റെ കടയുടെ തൊട്ട് പുറത്തൊരു കക്ഷി ഉണ്ടായിരുന്നു. അതിന് പേര് പറയത്തില്ല. പേര് പറയുന്നത് ശരിയല്ലല്ലോ. മരിച്ചു പോയാല് അപ്പം അവരും കാണത്തില്ലേ ഇത്. അപ്പം ഞാൻ ആ കക്ഷിയുടെ ശകലം മോട്ടിച്ചെടുക്കും. മോട്ടിച്ചെടുത്ത് കക്ഷിച്ചു കൊടുക്കും. ഈ വാറ്റിയാരെ അതും കഴിക്കും. സ്ഥിരമല്ല. ഈ കക്ഷി വരുമ്പോ മറ്റേടത്ത് മോട്ടിക്ക് ഞാനത് ഈ വാറ്റിയാരെ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിന് പ്രത്യേകം ക്ലാസ്സും ഒക്കെയാണ്. അത് ഞാൻ മോട്ടിക്ക് അത് പിടിച്ചിട്ടുണ്ട്. കക്ഷി പിടിച്ചിട്ടുണ്ട് മിക്കവാറും. മറ്റേ കക്ഷി കൊണ്ടുവരുമ്പോഴേ വീട്ടിൽ കൊണ്ടുവരാനൊക്കത്തില്ല മറ്റേ കക്ഷികളെ. അപ്പൊ ഞാൻ കടയുടെ പുറത്തേ ഇരുന്നുണ്ട്. ഈ കക്ഷി ഒരു ക്രിസ്ത്യാനിയാ. ഞാൻ കടയിൽ കയറ്റത്തില്ല. അപ്പൊ ക്ലാസ്സും അങ്ങ് കൊടുക്കും. അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെന്നെ എപ്പോഴെങ്ങനെ ചൂണ്ടി എടുക്കാൻ വെക്കും. അതിൻ്റെ അത് ശകലം ചൂണ്ടിയെടുത്ത് ഈ കക്ഷിക്ക് വേണ്ടി വെച്ചേക്കും. കുടിക്കും. കുടിച്ചാൽ പിന്നെ അങ്ങ് പോവും. അങ്ങ് പോയിക്കോളും.
അവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുക? ഒരു അങ്ങനെയില്ല. സ്ഥിരം മദ്യപിക്കുകയും കഞ്ചാവ് വലിക്കുകയും ചെയ്യും? സ്ഥിരമില്ല. എനിക്ക് ഇതുപോലെ ചാൻസ് കിട്ടുമ്പോൾ മോട്ടിച്ചു കൊടുക്കുന്ന ഒരു പണിയാണ് എനിക്ക്. ഇല്ല ഇല്ല, പക്ഷേ യാതൊരു മണവുമില്ല. അത് ഞാനുമായിട്ട് കുസ്തി പിടിക്കും. ഇയാളെ ഈ മദ്യപിച്ച് ആരുമായിട്ടെങ്കിലും ഇല്ലില്ല, ഒരു ഒറ്റ കുഞ്ഞുങ്ങളായിട്ട് വരക്കൊന്നുമില്ല. പിന്നീട് ഇയാള് അവിടെ നിന്ന് എങ്ങോട്ടാണ് നീങ്ങിയത്? അവിടുന്ന് പിന്നെ കള്ളങ്കാവിൽ നിന്ന് ഊണും കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയം വരെ ഈ അവര് കുറെ കടയുണ്ടല്ലോ കിഴക്ക് പടിഞ്ഞാറ്, ഇപ്പൊ പുതിയ കണ്ടെത്തി കടയുടെ കിഴക്കപ്പുറത്ത് കട ഒരു അവിടെ ആരും സ്ഥിരയിരിപ്പ് കഴിഞ്ഞപ്പോ ഞാൻ ചെല്ലും, കാണും, സംസാരിക്കും. വേണ്ട വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, ഒന്നും വേണ്ട, നീ പോയിക്കോളാൻ പറയും. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാലയിലെ നഗരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അതിന്റെ വണ്ണം പറയാനാണെങ്കിൽ ഒരു പാക്കോട്ടിയുടെ തണ്ടിന്റെ വണ്ണത്തിൽ അത്രയും വണ്ണോ നമ്മുടെ നഗരം എന്ന് പറഞ്ഞാൽ പാടവല്ലിക്കില്ലേ, അതേ വണ്ണത്തിലിരിക്കുകയാണ്. ഭയങ്കര വണ്ണോ. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഒരാളുണ്ട്, ഈ ഞാൻ സൈക്കിളെ കയറ്റി അങ്ങ് വിടും, തെക്കോട്ട് വടക്കോട്ട് മുക്കടയിൽ വിടും. മുക്കടയിൽ വിട്ട് കഴിഞ്ഞാലേ അങ്ങനെയാലും കമ്പളത്തിൽ എന്നും പോവും. മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ കൂട്ടത്തിൽ ഈ ഇപ്പുറത്തൂടെ വന്ന് കച്ചിയെ കാണും, സംസാരിക്കും. എന്തൊക്കെ വലിയ കിട്ടുവാ അപ്പോഴും പറയും, വല്ലതും ചോദിക്കാൻ വേണമെന്ന് ചോദിക്കും, വേണ്ട നീ പോന്ന് പറയും. ഇപ്പൊ തമിഴ് ഒരു വാക്കുണ്ടല്ലോ, നീ തന്നെ ഉണ്ട്, നിങ്ങൾ നമ്മള് നീ എന്ന് പറയുന്നൊരു ആശയപരിചയം. അപ്പൊ കച്ചി നീ എനിക്കറിയാമല്ലോ, അപ്പൊ വേണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ചത്ത് മരിച്ചുപോയി. മരിച്ചുപോയപ്പം അപ്പം ഒന്നങ്ങനെ കച്ചിയെ കാണാൻ പറ്റിയില്ല. ഞാൻ ആ പറ്റി സാധനം മേടിച്ചത്, കുറെ സാധനം കൂടുതലുണ്ടല്ലോ, മേടിച്ച് കടയിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. അപ്പം നമ്മളെ വീട്ടുകാർ പറഞ്ഞു ഉപ്പുപ്പാടെടുത്ത് പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയില്ല, പിന്നെ പോകാന്ന് പറഞ്ഞു. പിന്നെ ആ വഴി ഉപ്പുപ്പാടെടുത്ത് പോയപ്പം ഓച്ചരമൊഴുക്ക ജനക്കൂട്ടം യാതാ പോലെ. അപ്പൊ നമ്മളെ അവിടെ ചെന്നില്ല, കൊല്ലി സൈക്കിൾ കൊണ്ട് അവിടെ ചെന്ന് കാണാൻ. അപ്പൊ ഞാൻ അവിടെ കൊണ്ട് കൂട്ടി വെച്ചു ഒരു എട്ടുകാരുകാരൻ്റെ ചോദിച്ചു, ഉപ്പുപ്പ കിടക്കുന്നതാണെന്ന് ചോദിച്ചു. ഇത് കേട്ടോണ്ട് കുറച്ച് ചെറുപ്പക്കാർ പിള്ളേര് ഈ അവരുടെ തലയിൽ കെട്ടും പള്ളിയിലെ മുസ്ലിയാക്കന്മാര് കൊച്ചു പിള്ളേര് ഇത് കേട്ടോണ്ട് അവന്മാര് എല്ലാം കൊണ്ട് വന്ന് എന്റെ കൈയങ്ങ് പിടിച്ചു. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിച്ചെന്നെ 3-4 പിള്ളേർ പിടിച്ച് കയ്യെ പിടിച്ചു. ആ കൊണ്ടുവന്ന് ഇന്ന കാണിച്ചിട്ട് ഇന്നത് വെള്ളമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി കണ്ടേച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം വേറെ ആളുകളും തെള്ളുക. അപ്പൊ ഞാൻ വീണ്ടും ഇതെല്ലാം കണ്ടേച്ച് ഇങ്ങനെ തിരികെ അവിടെ തന്നെ വന്ന് തന്നെ ചായ എട്ടുകാരുടെ കണ്ടിരിക്കും. ചോദിച്ചു, എന്താ എന്നെ ഇത്രയും ആളുകൾ കിടന്നുള്ളതല്ലേ, ഞാൻ ഈ പന്നെ കയറ്റി കൊടുത്തൊരു വിരവ് വേഷമല്ലയോ, എന്താ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ കാര്യമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തങ്ങളുള്ള സംഗതി ലോകത്തെല്ലാവർക്കും അറിയാം, അതുകൊണ്ടാ അവര് മുൻകടലായിട്ട് നിങ്ങളെ പിടിച്ചോണ്ട് പിടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അതായിരുന്നു എന്റെ സംഭവം. പിന്നെ അവിടെ വെച്ച് പിന്നെ കലണ്ടറൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ കലണ്ടർ ഉണ്ടായിരുന്നു. വീട്ടിൽ വരുമ്പം കടയിൽ വരുമ്പം ആരാണ്ട് സ്റ്റുഡിയോക്കാര് എന്റെ കടയും ഈ കച്ചി ഉൾപ്പെടെ ഈ ഫോട്ടോ എടുത്തോട്ട് ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്നു, ഈ അടുത്ത സമയത്ത് വരെ ഉണ്ടായിരുന്നു ഫോട്ടോ. ഞാനും ഈ കച്ചിയും കടയൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു. അത് പിന്നെ ഒത്തിരി പഴയ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവിടെ കലണ്ടർ അടിക്ക് വിറ്റ്, ഒരുപാട് കലണ്ടർ അടിക്ക് വിറ്റ്, ഉപ്പുപ്പാടെ മാത്രം ഫോട്ടോ. പിന്നെ ഞാനുമായിട്ടുള്ളതൊന്നും ഇല്ല. അങ്ങനെ കലണ്ടർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കലണ്ടറേ ചില വീടുകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് അവിടെയുള്ള കലണ്ടറാ, ഞാനുമായിട്ടുള്ള കലണ്ടർ ഇല്ല. കടയായിട്ടും വിളക്ക് കത്തിക്കുക ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഞങ്ങളൊരു വടകം വെച്ച വിളക്ക് കത്തിയിരും ഒന്നും ഇല്ലാത്ത. പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു തോളിലോ ദൈവങ്ങളുടെ ഏതൊരു പച്ചയുണ്ട്, അത് പടങ്ങളായിട്ടൊന്നും ഇല്ല. കൈയുടെ ഇവിടെ ഉണ്ടായിരുന്നു.
ഇടത് കയ്യില. അതിനകത്ത് പച്ചകുത്തി ഏതാണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല, അടയാളമില്ലായിരുന്നു. പക്ഷെ കണ്ട ഒരു ബ്രാഹ്മണനാ ആളിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കുളിക്കാത്ത ഒരു മനുഷ്യൻ ഇത്രയും കളറിരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ല. ഈ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഒരു ഉപ്പാണെന്നുള്ള രീതിയിൽ ഏറ്റെടുക്കുന്നത്? പക്ഷേ ലാസ്റ്റ് അവിടെ ചെന്ന് ശങ്കര കടയിലെ അല്ലയോ, കടയിൽ ഇരുന്നപ്പോ അവര് അതിട്ടായിരിക്കും അതിനെപ്പറ്റി ഞാൻ ഒന്നും തിരക്കിട്ടില്ല. നമ്മളെ പിടിവിട്ട് അങ്ങ് പോയി ഇരിക്കുമല്ലോ. പിന്നെ ഓരോരുത്തർ ഒരുപാട് സാധനങ്ങളും കാശുകളായാലും ഓറഞ്ചായാലും എല്ലാം മേടിച്ചോണ്ട് കൊടുക്കും. അതെല്ലാം ഈ കുപ്പ പോലെ അങ്ങ് വാരിക്കൂട്ടിയിരിക്കില്ല. അപ്പുറം ഇപ്പുറം കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഈ സാധാരണ മുസ്ലിങ്ങള് സുന്നത്ത് ചെയ്യാന്ന് പറയുന്നതായിട്ടൊന്നുമല്ലോ, അത് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാ എനിക്ക് സംശയമുണ്ട്. ചെയ്തിട്ടില്ല സംശയമുണ്ട്. അല്ല, ഈ വസ്ത്രമൊക്കെ മാറിയിരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെന്നുള്ള ഒരു വിശ്വാസമുണ്ട് എനിക്ക്. പിന്നെ അദ്ദേഹമായിട്ട് ഈ നാട്ടില് അടുത്ത് പഴകിയിരുന്ന ഇതുപോലെ പ്രായമുള്ള വേറെ ആരൊക്കെയുണ്ട്? ഈ കണ്ണങ്കാവിൽ ആ വീട്ടിലായിരുന്നു ചാപ്പാട്. ആദ്യം മുസ്ലിയാരുടെ വീട്ടിലായിരുന്നു. അവിടെ ഒരു ഇസ്മാൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ആ പയ്യൻ കക്ഷിയാണ്ട് ഉപദ്രവിച്ച് അത് വട്ട് കേസുണ്ടോ ഉണ്ടോ? ഇയാളിന് ഇസ്മാൻ എന്നാ പേര് മറക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞോണ്ട് അത് മറക്കുന്നില്ലെന്നുള്ളത്. ഇസ്മാൻ ആ കക്ഷിയാണ്ട് ഉപദ്രവിച്ചതിന് ശേഷം അങ്ങോട്ട് പോക്കില്ല. പിന്നെ ഇവിടെ ഉള്ളു കള്ളങ്കാവില. എങ്ങനെയാണ് ഈ ഓച്ചിറയിൽ എത്തിയതെന്ന്, ഏത് ഭാഗത്തുകൂടെ എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിക്കുന്നത്? അതിനെപ്പറ്റി ഒന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എങ്ങനെ ഇനി വന്നും പറ്റിപ്പോയതാ. മിക്കവാറും സംഗതികളെല്ലാം ഓച്ചറ വരുന്ന അടിയുമല്ലോ. പള്ളിയായാലും ശരി, അമ്പലമായാലും ശരി, ലാസ്റ്റ് അഭയകേന്ദ്രം ഇവിടെ ആണല്ലോ. ലാസ്റ്റ് എല്ലാം അഭയകേന്ദ്രം ഓച്ചറയാണല്ലോ. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ഓച്ചറ അമ്പലത്തിൽ വന്ന് കിടക്കുന്നത്, തിരിച്ചു കിടക്കുന്നത്. അത് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഷാപ്പിന്റെ വാക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി കുറെ വിവരം ഈ അടുത്ത സമയത്ത് കിട്ടിയിട്ടുണ്ട്. കാര്യം 8,000 രൂപ വരെയുള്ള പെൻഷൻ കിട്ടുന്ന കക്ഷികളെല്ലാം ഓച്ചറയിൽ നിന്ന് വന്ന് ആട്ടോയ്ക്കകത്ത് വന്ന് കുടിച്ചു പോകുന്നുണ്ട്. അപ്പൊ അവര് അടിച്ച് ഫ്ലാറ്റ് ആകുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഇയാളെ ജോലിയും അതും ഇതൊക്കെ പറയുന്ന വീട്ടിലെ കാര്യങ്ങൾ അതും ഇതൊക്കെ എന്നോട് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഓച്ചറയല്ല, ഓച്ചറയാ. അതെ ഓച്ചറയാ. അല്ല, അന്നേരം ഈ അങ്ങനെ വന്ന് അടിഞ്ഞ ഒരാള് നമുക്ക് ഒരു കാരണവശാലും ഇദ്ദേഹം ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. മുസ്ലിങ്ങൾ പറയുന്നുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഖുറാനിൽ നിന്നൊക്കെ ഓതുമായിരുന്നു. അങ്ങനൊന്നുമില്ല, ആ പരിപാടിയൊന്നുമില്ല. പുരോഹിതന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട്. അതുമില്ല. അത് വെറുതെ അല്ല, കള്ള പറയാ, പച്ചക്കള്ളം. അല്ലാതെ ഇങ്ങനെ പള്ളിയിൽ പോകുന്നതിന് എന്ത് പ്രശ്നമൊന്നുമില്ല. പള്ളിയിലൊന്നും പോകത്തില്ല. അല്ല, ഇദ്ദേഹം ഇങ്ങനെ ഖുറാനൊക്കെ ഓതുമായിരുന്നു. ഖുറാനൊന്നും പോകത്തില്ല. അതൊക്കെ പിന്നെ ഇതാര് പറഞ്ഞുണ്ടാക്കുന്ന? ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുമായിരിക്കും. നല്ല സുന്ദരമായിട്ട് ചീത്ത പറയാൻ അറിയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്ന ചീത്തയെന്ന് മുന്നിട്ട് വാക്കുകളൊന്നും പറയാം. അത് ഞാൻ പറയത്തില്ല. പറയത്തില്ലെന്ന് പറഞ്ഞ ഒരാളിനെ സ്ഥാപിച്ച് പറയുന്നു. ഇപ്പം ആ ആൾക്ക് ശരിയാവത്തില്ലോ. എൻ്റെ ഒരു ഏറ്റവും വലിയ അടുത്ത കക്ഷികള് തള്ളയെ മകള് ഭാര്യ ആയിരിക്കും പറയുന്നത്. അത് ഞാൻ പറയത്തില്ല. ശരിയാവത്തില്ല. അത് ഞാൻ പറയത്തില്ല. ചുരുക്കത്തില് ഇതൊക്കെയാണ് സംഭവം. എത്ര മക്കളുണ്ട്? എനിക്ക് 3 മക്കളുണ്ട്. അവര് 3 പേരെ ഞാൻ അയച്ച്. പെൺമക്കളാ. 3 പേര് അവരവരുടെ വീട്ടിൽ താമസിക്കുക. 3 പേർക്ക് 2 പേർക്ക് അവരുടെ അവകാശങ്ങളൊക്കെ കൊടുത്ത് ഒരാൾക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനും ഭാര്യയും അമ്മയും ഒരുമിച്ചാണ് വയ്ക്കുന്നത്. ഇപ്പൊ ഈ മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ പല ഹിസ്റ്ററികളൊക്കെ പറഞ്ഞ് സ്ഥിതിക്കും. അപ്പം ഇതുപോലെ വ്യക്തമായിട്ട് ഇത്രയും 50 വർഷത്തെ ചരിത്രം അറിയാവുന്ന മറ്റാരെങ്കിലും, കാരണം വന്ന കാലം തൊട്ട് കാണുകയാണെന്നാണ്, ആരെങ്കിലും ഒരാളിനെ നിർദ്ദേശിക്കാൻ സാധിക്കും? എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ കണ്ണങ്കാവിലെ
സലീമിന്റെ ഉമ്മായ അറിയാൻ. പക്ഷേ ഇത് അവരുമായിട്ട് ഇതുപോലെ സംസാരിക്കത്തില്ലല്ലോ. അവിടെ തെക്കപ്പുറത്ത് കിടക്കും, കിഴക്കോടിയാറ് കിടക്കും, ഉറങ്ങും. ഊണാകുമ്പം ഊണ് കഴിക്കും. കള്ളങ്കാവിലേ സലീം എന്നുള്ളത് വേറെ പലരും കിടക്കുന്നത്. ആ കക്ഷിയുടെ തള്ള ആ ചോറൊക്കെ കൊടുക്കുന്നത്. ആ ചോറ് കൊടുക്കും. അവർ പെണ്ണുങ്ങളായിട്ട് ഞാൻ സംസാരിക്കത്തില്ല എന്ന് സംസാരിക്കാം. പിന്നെ ഒരു പിറ്റേന്ന് ചോറ് കൊടുക്കത്തില്ലല്ലോ. പിന്നെ അതിനെപ്പറ്റി വലിയ വിവരം കാണത്തില്ല. പിന്നെ ഇയാള് മരിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നോ ഏതോ ഇയാളെ ബന്ധുക്കൾ ആരാണ്ടൊക്കെ തിരക്കി വന്നോ? അതൊക്കെ ചുമ്മാ ആരാണ്ടൊക്കെ വന്ന് അച്ഛനെ കാണാതെ പോയതാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കൊളംബോയിലായിരുന്നു എന്നുള്ളത് ഇയാളെനിക്ക് പറഞ്ഞിട്ടുണ്ട്. കൊളംബോയില് തേങ്ങ ഇടും. പിന്നെ ഇറച്ചി വെട്ടായിരുന്നു. ഇയാളെ ചേട്ടനുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇയാള് പിന്നെ ഈ ഏർപ്പടമൊക്കെ കാണാൻ പോകുമായിരുന്നു? പടമൊന്നും കാണാൻ പോകത്തില്ല. അതൊക്കെ ചുമ്മാതെ. അല്ല ഈ സെക്സ് വലിയ ഇഷ്ടമായിരുന്നു ഇങ്ങനെ പറച്ചിലേ ഉള്ളു. അതല്ല ഒന്നും പോകത്തില്ല. അതൊന്നുമില്ല. പാലെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ കെട്ടിങ്ങനെ വലുതായി. ഒരാള് ഒരു എടുത്താലും ശരി വേറൊരു കെട്ടുണ്ടാക്കി ഇങ്ങനെ കെട്ടുകൾ വലുതായി ഇങ്ങനെ വൈറ്റണ്ടി പിള്ളേരൊക്കെ വിളിക്കും. കല്ലെടുത്തെറിയുകയും ചെയ്യും. എടുത്തെറിയും. കഞ്ചാവേന്ന് വിളിക്കും. പക്ഷെ കഞ്ചാവ് വെച്ചവിടെ വന്ന എന്തും ധരിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ കഞ്ചാവ് വെച്ചവിടെ ഇല്ല. കഞ്ചാവിന്റെ പോക്ക് നമുക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ. അപ്പൊ അങ്ങനെ അത് ഇത് എല്ലാം വലിക്കും. അതായത് കഞ്ചാവ് കൊണ്ട് കച്ചവടം പറഞ്ഞ് പോലീസ് പിടിച്ചോണ്ട് പോയി. കായംകുളം പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസിന്റെ വിവരം അറിയാമല്ലോ. പോലീസ് കൊണ്ട് ഇതെല്ലാം അഴിച്ച് അന്ന് പഴയ പോലീസ് സ്റ്റേഷൻ ഒരു പ്ലാവ് ഇപ്പൊ ഉണ്ടായിരുന്നു. അല്ല, ഈ പഴയ പോലീസ് ഇപ്പൊ പോലീസ് സ്റ്റേഷൻ വാർത്തിരിക്കില്ല. നേരത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ഇത് ഓടൊക്കെ ഇട്ടല്ലേ. അതിന്റെ വാഴക്ക് ഒരു ഫ്രണ്ടിലൊരു പ്ലാവ് ഇപ്പൊ ഉണ്ടായിരുന്നു. ആ പ്ലാവിൽ കൊണ്ട് നീരെല്ലാം കൂടെ കെട്ടി അഴിച്ചു അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് ഈ പോലീസ് സ്റ്റേഷനൊക്കെ പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതിനകത്ത് കാശെല്ലാം ഞുള്ളിപ്പെറുക്കി അവരെടുത്ത് കാണും. പൊടിയാത്ത ഈ അലോമനിയം പൈസ ആയിരുന്നല്ലോ അന്ന്. അത് ഒരുപാട് പൊടിഞ്ഞു കാണും. പൊടിഞ്ഞ ഒരുപാട് പോയി കാണും. അപ്പൊ വീഡിയോ കിട്ടിയാലും അറിയപ്പെട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കിട്ടി അത് കിട്ടും. അന്ന് പിന്നെ ആ വീഡിയോ എടുക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അവിടെ ഈ പ്രദേശത്ത് ഓരോ പ്രദേശത്ത് കൂടുതൽ അറിയാവുന്ന എനിക്ക് അറിയാം. ഞാനത് കാര്യം ഞാൻ വീഡിയോ കൊടുക്കുക എന്തെങ്കിലും സാധനം എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ താമസിച്ച് വീഡിയോ കൊടുക്കാൻ കച്ചി എടുത്തോളൂ. കച്ചി അങ്ങ് എടുത്തോളൂ. 2 വീഡിയോ എന്തായാലും സ്ഥിരമാണ്. അപ്പൊ ഞാൻ കിടക്കുന്ന വീഡിയോ അല്ലേ. അപ്പൊ അത് നമുക്ക് പ്രശ്നമൊന്നുമല്ല. ഒരു പ്രായമായ മനുഷ്യൻ 2 വീഡിയോ 3 വീഡിയോ എടുക്കുന്നത്. പിന്നെ അതല്ലേ പിന്നെ രാവിലെ ഞാനൊരു സാധനം ഈ കക്ഷിക്ക് വേണ്ടി മോട്ടിക്കുക. 2 സംഗതി മോട്ടിക്കുക. തലപടി എന്ന് പറഞ്ഞൊരു നായരുണ്ട്. അയാൾ വലിയ ജോലിയായിട്ടിരുന്ന വിശ്വസിച്ച. അയാൾ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. 2ാം ഭാര്യയുടെ കൂടിങ്ങനെ സഹകരിച്ച് കഴിഞ്ഞ ഒരു സമയത്ത് തെറ്റിപ്പിരിക്കും. അത് ഈ ഓച്ചര വന്നടിക്കും. അടിഞ്ഞു കഴിഞ്ഞപ്പം അപ്പൊ എന്റെ പേര് എന്ത് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു രാമേശ പിള്ളയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നായരാണല്ലോ. ഇപ്പൊ വിശ്വാസമല്ലോ. വീഡിയോ വലിക്കത്തില്ലല്ലോ. ഞാൻ വീഡിയോ വലിക്കത്തില്ല. ഇപ്പോഴും ഇല്ല. അപ്പൊ വീഡിയോ വലിക്കാത്തതുകൊണ്ട് എന്റെ വീഡിയോ മോട്ടിക്കത്തില്ല എന്നൊരു ധൈര്യം കക്ഷിക്കുണ്ട്. അപ്പൊ ഞാൻ ഇക്കച്ചി ഞാനും ഇവിടെ വീഡിയോ എടുക്കാൻ കച്ചി ചൂടിട്ട് ഫ്രണ്ടിരിക്കും. ഇങ്ങനെയെന്നറിയാം വീഡിയോ ഞാൻ തിരക്കുന്ന കൂട്ടത്തിൽ വേറെ മറ്റേ വീഡിയോ പോയാൽ അങ്ങനെ ഒരു വീഡിയോ തെറ്റിപ്പോയി. ഒരാൾക്ക് കിട്ടി കക്കൂസിൽ പോയി കിടന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ പറഞ്ഞ് ഞാൻ കിടന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് വിലയൊന്നും തന്നില്ലല്ലോ. വീഡിയോ എടുത്തത് ശരി തന്നെ, വലിച്ചതും ശരി തന്നെ, എനിക്ക് വിലയൊന്നും തന്നില്ലല്ലോ. ആ വീഡിയോ അത് സാരമില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ അക്കച്ചിയുടെയും വീഡിയോ എടുത്ത് ഞാൻ കുറച്ച് ദിവസം കടയടച്ച് ഇവിടെ വീട്ടിലായിരുന്നു. ആ കക്ഷി എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാലും ഇവിടെ വന്നു. അപ്പം വീഡിയോ മോട്ടിക്കത്തില്ല, ഞാൻ വീഡിയോ വലിക്കത്തില്ല, നായരും എന്ന് പറഞ്ഞുകൊണ്ട് ആ കക്ഷി എന്നെ കൊണ്ട് ഇവിടെ വെച്ച് ഈ പിള്ളയെ വെച്ച് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രായമുള്ള ഒരു കളവന, ഒത്തിരി പ്രായമുള്ള കളവന. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. അത് ഈ വീഡിയോ എടുത്തത് ആരൊക്കെ കൊടുക്കുന്നത്? ഉപ്പായിക്ക് കൊടുക്കുന്നത്. കുപ്പസ്വാമി എന്നും വിളിക്കും, കഞ്ചാവ് സ്വാമി എന്നും വിളിക്കും, എല്ലാം വിളിക്കും. ചുമ്മാ പിള്ളേർ ഇരട്ട പേര് വിളിക്കാം. ആ വിളിക്കുന്നതിനൊപ്പം പിള്ളേർ ഇവർക്ക് എറിയുകയും ചെയ്യും.
ഉപ്പസ്വാമി എന്നുള്ള ഉപ്പുപ്പ എന്നുള്ളത് എങ്ങനെ എത്തിയത്? ഉപ്പസ്വാമി എങ്ങനെ ഉപ്പുപ്പ? ഈ താടി ഈ ഇത് കിടക്കുന്നോണ്ടായിരിക്കും, ഉപ്പ പോലെ കിടക്കുന്നോണ്ടായിരിക്കും. മുടി വെട്ടിക്കത്തില്ല, ഷേവ് ചെയ്യത്തില്ല, കുളിക്കത്തില്ല, നഗര് വെട്ടത്തില്ല, ഇതൊക്കെ കൊണ്ടായിരിക്കും വിളിക്കുന്നത്. മാർക്കം ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. മാർക്കം ചെയ്തിട്ടില്ലെന്ന എന്റെ ഒരു ഉദ്ദേശം ഒഴുക്ക്. അതുപോലെ അല്ലെങ്കിൽ ഈ കള്ള് ഈ വാറ്റിയാരാൻ ഇപ്പൊ വാറ്റിയാരാൻ കിട്ടത്തില്ല, അന്ന് കിട്ടും. ആ വാറ്റിയാരൊന്നും മേടിച്ച് ധൈര്യമായിട്ട് കുടിക്കത്തില്ലല്ലോ. കഞ്ചാവും വലുതറിഞ്ഞോട് കുടിക്കുമോ? അറിഞ്ഞോട്ട് കുടിക്കത്തില്ലല്ലോ. എന്തൊക്കെയാണ് മേടിച്ച് കുടിച്ചിട്ട് രണ്ടും തർക്കമില്ല, ഞാൻ കൊടുത്തിട്ടുള്ള. പക്ഷെ ഞാനിത് രണ്ടും ഉപയോഗിക്കാത്തതുണ്ട്. മറ്റേ ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞാലേ ഇല്ല, കച്ചികൾ കുടിക്കുന്ന ഒരു പ്രത്യേകം ക്ലാസ്സാ. ആര് അല്ല, മറ്റേ ഒരു കക്ഷി വന്നിരിക്കുന്ന ആളെ തൊട്ടടുത്താ, ആ വീട്ടിൽ കയറ്റാത്തോണ്ട്. ആ കക്ഷി കുടിക്കുന്ന ക്ലാസ് അതിന് പ്രത്യേകം ക്ലാസ് വെച്ചിരിക്കുക. നമ്മള് പട്ടിക്ക് നമ്മൾ ചോറുമല്ലോ. അമ്പലപ്പല്ല പാൽപ്പായസ വെറ്റക്കോളാകുമ്പോഴേക്കകത്ത് വെച്ചാൽ തന്ന നമ്മൾ കുടിക്കൂ എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രത്യേകം ക്ലാസ് വെച്ചിരിക്കുക. കരിന്ന് എന്റെ കടയുടെ അപ്പുറം ഇപ്പുറം എല്ലാം മുസ്ലിങ്ങളാണ്. അവരിത് കണ്ടുവെച്ച് പറഞ്ഞാൽ എന്റെ കടയിൽ കയറും. പ്രത്യേക ഈ കശി കുടിക്കുമെന്നും എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് പ്രത്യേകം ക്ലാസ് മേടിക്കാൻ ആളെ വെച്ചാൽ വഴി ആ ക്ലാസ് കഴിവത്തുമില്ല. ഞങ്ങൾ കഴിയാൻ നോക്കും. വെള്ളം അടിച്ച് ചെയ്യുന്ന ക്ലാസ് ഞാൻ കഴിവത്തില്ല, കഴിവാറില്ല. ഞാനൊരു മനുഷ്യനല്ലേ, കഴിവത്തില്ല. അങ്ങനെ ചില സംഭവങ്ങൾ ഒരുപാടുണ്ട്. അത് മിക്ക ആളുകൾക്കും അറിയാം. പിന്നെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വല്ല ഓർമ്മയുണ്ടോ? സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാൻ സൈക്കിൾ പഠിപ്പിച്ചു, മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സൈക്കിൾ അറിയാൻ വയ്യായിരുന്നു, ഞാൻ കയറ്റി വെച്ച് പഠിപ്പിക്കും. എൻ്റെ സൈക്കിളെ പഠിപ്പിക്കും. ഞാൻ കാശൊന്നും മേടിക്കട്ടെ, ചുമ്മാതെ എല്ലാ ചിലവും ഞാനാണ് കൊടുക്കുന്നത്. ഒരു അന്നത്തെ ആ ഒരു ചെറുപ്പത്തിന്റെ ഇതുകൊണ്ട് പെണ്ണ് കെട്ടിയൊന്നുമല്ല. ആരെങ്കിലും ഈ ഒച്ചത്തിൽ ഇത്രയും കാലം ഇരിക്കുന്നതിനിടയ്ക്ക് ചേട്ടന്മാരാ, പെങ്ങന്മാരാ, അനിയന്മാരാ എന്ന് പറഞ്ഞ ആരെങ്കിലും ബന്ധുക്കളായിട്ടോ ആരെങ്കിലും ഇടക്കാലത്തങ്ങളെ ഒറ്റ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നില്ല. വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുകയും ചെയ്യും. എന്തോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിലും, എവിടെ കയറിയിട്ടുണ്ടെങ്കിലും എന്നെ അടുത്തേക്ക് വന്ന് പറയും. കാര്യം സംസാരിക്കുന്ന തമിഴില്ല, എനിക്ക് തമിഴ് മനസ്സിലാവും. ഞാനങ്ങോട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ആ സെക്കൻഡ് ഞാൻ മറുപടി പറയും. അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് സംസാരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ കണ്ട് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. എനിക്ക് എന്നോട് വലിയ താല്പര്യമുള്ള കക്ഷിയാണ്. ഈ മരിക്കുന്ന സമയത്ത് ഏകദേശം ഇയാൾക്ക് എത്ര വയസ്സ് കാണുമെന്നതിനെ പറ്റിയുള്ള വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉദ്ദേശം പറയാൻ ഒരു 90 മേളിൽ കാണുമെന്ന് തോന്നുന്നു. എല്ലാം കൂടി നരച്ച് കഷണ്ടിയായി, മേല് പൊഴുക്കാനുള്ള രോഗം നരച്ച്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ കക്ഷിയുടെ ഈ നഗരെന്ന് പറഞ്ഞ ഒരു വണ്ണം പറയാനേ പറ്റില്ല. ആ നഗര് കൊണ്ട് നമ്മുടെ വിരല് ഇങ്ങനെ ഇരിക്കും, താരത്തില്ല.